അർജുൻ്റെ ആ വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാകും. പക്ഷേ തൊണ്ടയിടറിക്കൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഓരോരുത്തർക്കും. അർജുൻ്റെ സ്വന്തം വീടാണ്. അർജുൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവിടെയുള്ളത്. ഭാര്യ, അച്ഛൻ, അമ്മ, സ്വന്തം കുഞ്ഞ്. ആ കുഞ്ഞിനെ കാണുമ്പോൾ ഒരുപക്ഷെ ആ കളിപ്പാട്ടം ഒക്കെ നമ്മൾ ഓർത്തുപോകും. അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെയല്ലേ? തീർച്ചയായും പൂജ, നമ്മളിവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ വന്നതാണ്. ഒരു മൂകതയായിരുന്നു. ഇന്ന് നാട് പ്രിയപ്പെട്ടവന് വേണ്ടി അന്ത്യ യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. അർജുൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ഫ്രീസറാണിത്. ഇത് കാണുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവല്ല, അല്ലെ ഇത്തരത്തിൽ അർജുൻ തിരിച്ചു വരരുത് എന്ന് അങ്ങനെയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ വിധിയെന്ന് പറയാം. അർജുൻ്റെ മൃതദേഹം 72 ദിവസത്തെ ദൗത്യത്തിന് ശേഷം മൃതദേഹം ഇന്ന് വീട്ടുമുറ്റത്ത് എത്തുന്നു. പൂജ പറഞ്ഞതുപോലെ തന്നെ ഈ വീട് എന്നത് അർജുൻ്റെ വിയർപ്പാണ്, അർജുൻ്റെ സ്വപ്നങ്ങളാണ്. അർജുൻ പടുത്തുയർത്ത സ്വപ്നമാണ് ഈ വീട്. ഒരു ചെറിയ വീട്ടിൽ നിന്നും എല്ലാം അതിജീവിച്ചുകൊണ്ട്, പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇരുനില വീടെടുത്ത് അതിലേക്ക് മാറി താമസിക്കുന്നു. അവിടെ നിന്നും ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ജനപ്രതിനിധികൾ ഉൾപ്പെടെ വരുന്നു. പി മോഹൻ മാസ്റ്ററാണ് ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെ കാണാൻ അല്ലെങ്കിൽ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്നലെ മുതൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. CPM ജില്ലാ സെക്രട്ടറി മോഹൻ മാഷാണ്. മോഹൻ മാഷ് ബന്ധുക്കളെ കണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. ഇന്നും അർജുൻ്റെ അമ്മയെയും അച്ഛനെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തിയിരുന്നു. MK രാഘവൻ MP എല്ലാം എത്തിയിരുന്നു. എല്ലാവരും, അദ്ദേഹവും പറയുന്നു, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. അമ്മയുടെ കണ്ണ്, അല്ലെ അച്ഛൻ്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവുകയാണ് എന്നാണ് പലരും ഇന്നലെ പ്രതികരിച്ചിരുന്നത്. ഇന്ന് അർജുന് അന്ത്യയാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്നും പൂജ വിശ്വസിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇന്ന് അർജുന് അന്ത്യയാത്രാമൊഴി നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ പലരും ഡ്രൈവർമാരാണ്. കാരണം അർജുൻ എന്ന ഡ്രൈവറെ അത്രയും മനസ്സിലേറ്റി ആളുകൾ, നമ്മൾ ഉൾപ്പെടെ അങ്ങനെയാണ്. അർജുൻ എന്ന മനുഷ്യനെ അത്രമേൽ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഹോദരൻ, കൂടപ്പിറപ്പ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഒരിക്കലും ഇത്തരത്തിലുള്ള തിരിച്ചുവരവല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വിധി അങ്ങനെ മാറ്റി. അർജുൻ്റെ ചേതനയറ്റ ശരീരം ഒരു 8 മണിയോടുകൂടി വീടിൻ്റെ മുറ്റത്ത് എത്തും. അതിനുശേഷം പൊതുദർശനം ഏകദേശം ഒരു മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് ബന്ധുക്കൾ ഇന്നലെ പറഞ്ഞിരുന്നത്. അതായത് എത്ര പേരെത്തുന്നോ അവസാനമായി പ്രിയപ്പെട്ടവനെ കാണാൻ, അത്രയും പേർക്ക് പൊതുദർശനത്തിനായി അർജുൻ്റെ മൃതദേഹം വെക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കൂടുതൽ സമയം വെക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. ഈ വീടിനോട് ചേർന്ന് തന്നെ, അർജുൻ്റെ സ്വപ്നമായി വീടിനോട് ചേർന്ന് തന്നെയുള്ള വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് അർജുന് അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിനോട് ചേർന്ന് അർജുൻ്റെ വിയർപ്പും സ്വപ്നവും ചേർന്ന് എഴുതിയ ഈ വീടിനോട് ചേർന്നായിരിക്കും ഇനി അർജുൻ്റെ അന്ത്യവിശ്രമം എന്നുള്ളത്. വളരെ വൈകാരികമായൊരു നിമിഷത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം. കാരണം ഇത്തരത്തിലുള്ളൊരു തിരിച്ചുവരവല്ല പലരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമുക്കത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു എങ്കിലും കുടുംബം അഞ്ജു ആയാലും, സഹോദരി അഞ്ജു ആയാലും, അതുപോലെ തന്നെ ഭാര്യ കൃഷ്ണപ്രിയ, അമ്മ, അച്ഛൻ എല്ലാവരും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. പക്ഷേ എന്തെന്നാലും പ്രിയപ്പെട്ടവനെ അവസാനമായി കാണാനുള്ള ആ ഒരു ആ ഒരു വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഇവിടെ പലരും പുറത്തുനിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. പ്രിയപ്പെട്ടവനെ അവസാനമായി കാണുന്നതിന് വേണ്ടി ദൃശ്യങ്ങളിൽ കാണാം. പലരും രാവിലെ തന്നെ നേരം പുലർന്നിട്ടേ ഉള്ളൂ, വിവരമറിഞ്ഞ് എത്ര മണിയാവുമ്പോൾ ഇവിടെ എത്തുമെന്ന് കൃത്യമായി എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടാണ് പലരും ഇവിടെ എത്തിയത്. പലരും കൂടുതൽ പേരും മലപ്പുറം ഭാഗങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇവിടെ എത്തിയത്. ചേട്ടാ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? കണ്ണൂർ. നേരത്തെ എത്തിയല്ലേ? നമ്മൾ ഇന്നലെ രാത്രി വിട്ട 11 മണിക്ക് നേരത്തെ എത്തി. എങ്ങനെയാണ് അർജുൻ്റെ ഒരു കഷ്ടപ്പാടുകൊണ്ട് അത് വന്നു തന്നെ. അവൻ ഒരു ചെറുപ്പത്തിലെ കഷ്ടപ്പാട് വീടാക്കി നമ്മളെല്ലാം പോലെ നേരത്തെ അറിയില്ല. നമ്മളും വണ്ടി ഫീൽഡിലാണ്, അതുകൊണ്ട് ഡ്രൈവറാണ്, വണ്ടിയുണ്ട് നമുക്ക്. പിന്നെ അതുകൊണ്ട് വന്നതാണ്. പിന്നെ മനാഫ്ക, അതുപോലെ മനാഫ്കൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടു.
നിങ്ങളും കണ്ണൂർ? അതെ, ഞാൻ കണ്ണൂർ. നമ്മൾ ഒരുമിച്ച് വന്നത്. രണ്ടുപേരും കൂടെ വന്നു. അതെ അതെ അതെ. അർജുനെ നേരത്തെ അറിയാം? ഇല്ലില്ല, അറിയില്ല. ഈ ന്യൂസ് വഴി ഇങ്ങനെ കണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അർജുൻ എന്ന വ്യക്തിയെ അത്രമേൽ എല്ലാവരും നെഞ്ചേറ്റി കഴിഞ്ഞു. തീർച്ചയായും നയൻതാര, അതാണ് അർജുനെ അവർക്ക് മുൻപ് അറിയില്ലായിരുന്നു. ഈ വാർത്തകൾ വന്നതിന് ശേഷം ആണ് അർജുൻ നമുക്ക് എല്ലാവരിലും ഒരാളായത്.